ഹലോ ഗായ്സ്, നമ്മളിൽ പലർക്കെങ്കിലും മെഹന്തി ഇടാൻ അറിയാം അല്ലേ? ഒട്ടുമിക്ക ആൾക്കാർക്കെങ്കിലും അറിയാൻ പറ്റും. പക്ഷെ അത് നമ്മൾ എങ്ങനെ പുറത്തോട്ട് കൊണ്ടുവരണം, അതായത് നമ്മൾ മെഹന്തി ഇടുന്നതിനെ പറ്റി ആൾക്കാരിലെ എങ്ങനെ എത്തിക്കണം, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് നമ്മൾ എങ്ങനെ ഇൻകം എങ്ങനെ കണ്ടെത്തണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു 7 ടിപ്സുകൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമുക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് മെഹന്തി ഇടാൻ അറിയാവുമായിരിക്കും. പക്ഷെ അത് നമ്മൾ മറ്റുള്ളവരിൽ എത്തിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് ടിപ്സ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള സ്റ്റാർട്ട് ചെയ്യാനുള്ള ടിപ്സാണ്. ഫസ്റ്റ് നമ്മൾ സിമ്പിൾ ഡിസൈനിൽ തുടങ്ങുക. അതായത് ഫ്ലവർ, മണ്ടാല, അറബിക് സ്റ്റൈല് അങ്ങനെയൊക്കെയുള്ള സിമ്പിൾ ഡിസൈൻ നമ്മൾ ആദ്യം ഇട്ട് തുടങ്ങുക. കൂടുതലും ഫ്രണ്ട്സോ ഫാമിലിയോ അവർക്കൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ഇട്ട് കൊടുത്ത് നല്ല എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ നോക്കണം. എന്നിട്ട് അത് ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ അത് സേവ് ചെയ്ത് വെക്കണം. ഇതാണ് ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഇൻസ്റ്റാ, വാട്സപ്പ് നമ്മൾ യൂസ് ചെയ്യണം. ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക. അതിൽ പറ്റുമെങ്കിൽ ഡെയിലി ഫോട്ടോസും വീഡിയോസും നമ്മൾ മാക്സിമം പോസ്റ്റ് ചെയ്യാൻ നോക്കണം. ഇപ്പം നമ്മൾ ഒരു വീഡിയോ എടുത്ത് അത് റീലായിട്ട് അപ്ലോഡ് ചെയ്യാൻ നമ്മൾ നോക്കണം. വാട്സപ്പ് സ്റ്റാറ്റസിൽ ഡിസൈനൊക്കെ നമ്മൾ എപ്പോഴും പോസ്റ്റ് ചെയ്യണം. നമുക്ക് ലോക്കൽ ക്ലയൻസൊക്കെ ഇവിടെ നിന്നായിരിക്കും നമുക്ക് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ബ്രൈഡൽ മെഹന്തിയിലായിരിക്കണം കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. അപ്പോൾ ബ്രൈഡൽ മെഹന്തിയിലായിരിക്കും നമുക്ക് കുറച്ചെങ്കിലും കൂടുതൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത് ബ്രൈഡൽ മെഹന്തിയിലാണ് കേട്ടോ. തുടക്കത്തിൽ തന്നെ നമ്മൾ അധികം കാശ് എമൗണ്ട് ഒന്നും പറയരുത്. ഒരു 1,500 ആ ഒരു റേഞ്ചിൽ പിടിക്കണം. നമുക്ക് പിന്നെ നല്ല എക്സ്പീരിയൻസ് കിട്ടി നാലാൾ നമ്മൾ അറിയാൻ തുടങ്ങും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, പയ്യെ എമൗണ്ട് കൂട്ടി തുടങ്ങണം. അതാണ് മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫങ്ഷൻ, ഇവൻറ്റ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്യണം. ഇപ്പോൾ പറയാന്ന് വെച്ചാൽ വെഡ്ഡിങ്, ഈദ്, ഫെസ്റ്റിവൽ, കോളേജ് പ്രോഗ്രാം, ഇതിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് മെഹന്തി ഇടാനുള്ള കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യണം. കാരണം വേറെ ഒന്നല്ല, ഇങ്ങനത്തെ പരിപാടിയിലായിരിക്കുമല്ലോ കൂടുതൽ നമ്മൾ മെഹന്തീസൊക്കെ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി വാട്സാപ്പിലും ഇൻസ്റ്റയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നാലാൾ നമ്മൾ അറിയാൻ തുടങ്ങും. അത് നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് അവരെ കൊണ്ടും സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടിക്കണം. ഇതിനൊക്കെ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഇവനിനൊക്കെ ഒരു പെർ ഹാൻഡിൽ 15 അല്ലെങ്കിൽ 200 ആ ഒരു എമൗണ്ടിലായിരിക്കണം നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ചെറുത് മുതൽ നിന്ന് തുടങ്ങണം, പിന്നെ നമ്മൾ വലുതിലേക്ക് കയറണം. ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ വലിയ എമൗണ്ട് പറഞ്ഞാൽ ആരും നമ്മളെ ഡിസൈൻ എന്താണെന്നുള്ളത് കാണുന്നില്ല. നമ്മൾ കുറച്ച് ഡിസൈനൊക്കെ പോസ്റ്റ് ചെയ്ത് അതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് അതെല്ലാവരും സ്റ്റാറ്റസ് ഇട്ട് അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഫുൾ അപ്ഡേറ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് പയ്യെ നമുക്ക് ഓർഡർ കിട്ടാൻ തുടങ്ങും. അപ്പോൾ ഇതാണ് നാലാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ബാക്കി 3 ടിപ്സ് ഏതാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.